ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളി മുട്ട പഫ്സ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ പെരുംജീരകം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 2 മീഡിയം സൈസ് സവാള തന്നെ ചേർത്ത് കൊടുക്കാം. വേഗം വഴറ്റിയിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. ഇവിടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് 1/4 കപ്പ് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിനി. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതൊക്കെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാളയും മസാലയൊക്കെ നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ പഫ്സിൻ്റെ ഷീറ്റ് ഞാൻ ഡീഫ്രോസ്റ്റാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ മതി ഒന്ന് ഡീഫ്രോസ്റ്റായിട്ട് വരാനായിട്ട്. ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാവിടെയും കിട്ടുമെന്ന് തോന്നുന്നു പഫ്സിൻ്റെ ഷീറ്റൊക്കെ. ഫ്രോസൺ സെഷനിൽ നോക്കിയാൽ മതി. ഇനി നമുക്ക് നമ്മുടെ പഫ്സ് ഉണ്ടാക്കി തുടങ്ങാം. ഞാനിപ്പോൾ പഫ്സ് ഉണ്ടാക്കാനുള്ള ഷീറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാല, 3 മുട്ട പുഴുങ്ങിയത്, പിന്നെ 1 മുട്ട ഞാൻ ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ ഷീറ്റിലേക്ക് മസാല വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് മുട്ട വെച്ച് കൊടുക്കാം. കുറച്ചുകൂടി മസാല നമുക്ക് മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് 4 ഭാഗത്തൊന്നും ഇങ്ങനെ കവർ ചെയ്തെടുക്കാം. എഡ്ജസൊക്കെ നന്നായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു മെഷർമെൻറ്റിൽ നിന്ന് നമുക്കൊരു 6 പഫ്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. കോളേജിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഒരു ഫേവറേറ്റ് സ്നാക്കായിരുന്നു എഗ് പഫ്സ്. ഒരു 11 മണിയാകുമ്പോൾ കഫറ്റീരിയയിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള എഗ് പഫ്സ് കൊണ്ടുവരും. അപ്പോൾ അത് കഴിക്കാനായിട്ട് നമ്മൾ പോകാറുണ്ട്. ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് കിട്ടാറുണ്ട് ആ ടൈമിൽ. നല്ല ചൂട് എഗ് പഫ്സും നല്ല തണുത്ത ലൈം ജ്യൂസും, അതാണ് ആ കോമ്പിനേഷൻ. ഞാനിപ്പോൾ പഫ്സ് ബേക്ക് ചെയ്യുന്നത് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 170 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും മുകളിലൊക്കെ. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു എഗ് പഫ്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.